ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തുസ് കുക്ക് ബുക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചീസ് ബ്രെഡ് ബോംസ് ആണ്. കാണാം. ബ്രെഡ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതുപോലെ. അപ്പോൾ വലിയ വട്ടമാണെങ്കിൽ നമ്മുടെ ബ്രെഡിൻ്റെ അറ്റപ്പറ്റായിട്ട് കിട്ടും. പിന്നെ അല്ലെങ്കിൽ പിന്നെ സാൻഡ്വിച്ച് ബ്രെഡ് ആയിരിക്കണം. ഇതിപ്പോൾ നമ്മുടെ ഓർഡിനറി ബ്രെഡാണ് ഈ ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസിൻ്റെ ശരിക്കും ഷാർപ്പ് എഡ്ജാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് മുറിച്ചെടുക്കാൻ പോണേ. പൊട്ടേറ്റോ ഞാൻ മാഷ് ചെയ്ത് വെച്ചാണേ. എന്നാൽ പുഴുങ്ങിയിട്ട് ഞാൻ മാഷ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഉപ്പിടുന്നു. ഉപ്പിടുന്നുണ്ട്. പിന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല, ഒന്നെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല. ഞാൻ ഇപ്പൊ മീറ്റ് മസാല ഇടുന്നത് കാരണം ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അത് കുറച്ച് ഞാൻ ഇടുന്നുണ്ട്. പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചത് അത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി മല്ലിയില, അതും ഞാൻ ഇടുന്നുണ്ട്. ഇനി ഞാൻ നല്ലോണം അത് കുഴച്ചു. അപ്പൊ ഇനി നമ്മളൊന്ന് ഉപ്പൊക്കെ നോക്കണം. എന്നാലേ നമ്മൾ ആ ടേസ്റ്റ് കറക്റ്റ്. അല്ലെങ്കിൽ പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയില്ലെങ്കിൽ അതിന്റെ മറ്റുള്ളതിന് ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റ് ആണ്, ഉപ്പൊക്കെ മതി. ഇനി ഇതിലൊക്കെ നമുക്ക് കെച്ചപ്പ് ഇതുപോലെ പുരട്ടി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എളുപ്പമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ചീസ് എല്ലാത്തിലും വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചീസ് ഇങ്ങനെ ഓരോ എണ്ണത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇച്ചിരി വെച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കാം എല്ലാം. ഇനി നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. മൈദയും ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളവും. എന്നിട്ട് ഇത് മുക്കി പൊരിക്കാനുള്ളതാണ്. അതിന്റെ കട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ച് എഗ് ബീറ്റർ വെച്ചിട്ടാണെങ്കിലും മതി. ഞാനിപ്പോ എളുപ്പത്തിന് ഇതെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്കിത് കവർ ചെയ്യണം. ഇത് എല്ലാം ഈ പൊട്ടേറ്റോ ഇത് വെച്ചിട്ട് കവർ ചെയ്യണം. എന്നിട്ടാണ് പൊരിക്കേണ്ടത്. അപ്പൊ ഞാനത് എളുപ്പത്തിനാണ് ഞാനിങ്ങനെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് സൂത്രപ്പണിയുണ്ട്. ഇതാണ് മോനെ ബോംബ്. കണ്ട, ഒരെണ്ണം തരട്ടെ അങ്ങട്. ഓക്കെ, കയ്യിൽ പറ്റാതെ ഞാൻ എടുത്തു. ഇങ്ങനത്തെ സൂത്രപ്പണി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നീറ്റാണ്. അല്ലെങ്കിൽ പിശ പോലെ ഇരിക്കും. അടുത്ത ബോംബാക്കാം. ഇത് ഓക്കെ, ഇപ്പൊ എല്ലാം റെഡി. ഇനി ഈ പരിപാടിയൊക്കെ തീർന്ന് ഇനി നമുക്ക് ഇത് ക്രംസ് ഇടാം. ക്രംസ് ഇട്ട് ആദ്യം ബാറ്ററിൽ മുക്കി ക്രംസ് ഇടാം. എന്നിട്ട് ഫ്രൈ ചെയ്യാം. അതോടെ പരിപാടി കഴിഞ്ഞു. പാൻകോ ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടാ.
ഇത് വേണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബാറ്റർ വേണമെങ്കിൽ ഒന്നും കൂടി ലൂസാക്കാം കേട്ടാ, കുഴപ്പമില്ല. ആകെ 4 എണ്ണേ ഉള്ളല്ല. ഏകദേശമൊക്കെ നമ്മുടെ ബോംബ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊരിക്കാൻ പോണേണേ. ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ചട്ടുവന്ത ഇങ്ങനെയെന്ന്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇത് ഞാൻ കപ്പലണ്ടിയൊക്കെ വറുത്ത് എൻ്റെ ഈ സ്റ്റീൽ നല്ല കനമുണ്ട്, അങ്ങനെ തേഞ്ഞു പോയതാണ്. അതിനു വേണ്ടി പണിയെടുത്ത ആളാണ് ഞാൻ. ഇത് അങ്ങനെ വന്നതാ, അല്ലാതെ ഇതിന്റെ ഷേപ്പല്ല. ഇതിങ്ങനെ വറുത്ത് 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 അങ്ങനെ വന്നതാ. അപ്പൊ നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ക്രിസ്പാണ്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ദെൻ.